ഇടുക്കിയിലൂടെ നമ്മള് കോട്ടയം കഴിയും, പത്തനംതിട്ട. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് കൊല്ലത്തിന് പോവാം ഗൈസ്. കൊല്ലം നമ്മൾ കാറിനാണ് പോയത്. എന്നിരുന്നാൽ പോലും ബേബി ഓൺ ബോർഡ് ആയതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് രാത്രി 10 മണിയോ 11 മണിയോ എങ്ങാണ്ടായി നമ്മൾ കൊല്ലത്തെത്തിയപ്പോൾ. അതുവരെ വണ്ടിക്കതിരുന്ന് വേറെ മുളച്ചെന്ന് പറയാം. ഇടുക്കി കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു, കൊല്ലത്തെത്തിയിട്ടില്ല. അല്ല, ഇടുക്കി കഴിഞ്ഞു, കോട്ടയം കഴിഞ്ഞു, പത്തനംതിട്ട. ഇടുക്കിയിലൂടെ നമ്മള് കോട്ടയം കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു. ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് വലിയധികം കടയൊന്നുമില്ലായിരുന്നു. എന്നാലും നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു കട കിട്ടി. സ്റ്റോൺ പാർക്ക് അങ്ങനെ എന്തോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു എൻ്റെ പേര്. നല്ല ഒത്തിരി സ്റ്റോൺ വെച്ചിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു ഗൈസ്. നല്ലൊരു സ്ഥലമായിരുന്നു. നല്ല കേക്കായിരുന്നു. കൊല്ലത്തെത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു സംഭവമാണ് ഗൈസ്. ഫിഷ് മാർക്കറ്റ്. ഒരു 10-20 മിനിറ്റ് മാക്സിമം ഇവരിത് മീൻ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഭയങ്കര വില കുറവിൽ ഫ്രഷ് മീൻ, അതായത് പിടയ്ക്കുന്ന മീൻ. പക്ഷെ പിടയ്ക്കുന്നില്ലായിരുന്നു, പക്ഷെ പിടയ്ക്കുമായിരുന്നു തോന്നുന്നു ഗൈസ്. അപ്പം നമ്മൾ കൊല്ലത്ത് എവിടെയോ ഒരു സ്ഥലത്താണ് ഗൈസ്. ഇവിടെ നല്ല അടിപൊളി കണ്ടമുണ്ട്, ഇഷ്ടംപോലെ മാങ്ങ കിട്ടി. ടൈ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു സ്ഥലം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് സംഭവം. നല്ല അടിപൊളി വൈബാണ് ഗൈസ്. ഇവിടെ ഭയങ്കര വെയിലാണെന്ന് മാത്രമുള്ള വിഷയം. നല്ല രീതിയിൽ വെയിലുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. കൊള്ളാം, നല്ല ഫ്രഷ് മാങ്ങ. ഇവിടെ കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. വെയിലേ വെയിലേ. അങ്ങോട്ട് നോക്കി എന്ത് രസമാണ്. ഇറങ്ങി വരണം അല്ലേ? എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കണി, ഇവിടെ തിരിച്ചെടുക്കണി. അങ്ങനെ നമ്മൾ സൺസെറ്റും കണ്ട് ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.